നിക്കാഹ് കഴിഞ്ഞിട്ട് ഇന്നേക്കൊരു വർഷമാകാൻ പോകുന്നു. ഇന്നലെയാണ് ഞാൻ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയത്. നിക്കാഹ് കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോഴേക്കും എൻ്റെ വിസ വന്നു. ഞാൻ മരുഭൂമിയിലേക്ക് പറന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ പോലും അറിയിക്കാതെ ഞാൻ കൂട്ടുകാരെ വിളിച്ച് എയർപോർട്ടിലേക്ക് എത്താൻ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം. അല്ലേലും പ്രവാസികൾക്ക് സർപ്രൈസ് കൊടുത്ത് സ്നേഹം വരാനാണ് താല്പര്യം. അങ്ങനെ പറഞ്ഞ സമയത്തിന് മുന്നേ കൂട്ടുകാർ എയർപോർട്ടിലെത്തിയിരുന്നു. കുറേ കാലത്തിന് ശേഷം കണ്ടതല്ലേ, അതിൻ്റെ ആ കുറവ് അവിടെ നിന്ന് നിരത്തി സന്തോഷത്തിൻ്റെ കണ്ണീർ കൊണ്ടൊരു ഗോപുരം പണിതി വെച്ചിരുന്നു. പിന്നെ അവിടുന്ന് നേരെ വീട്ടിലേക്കുള്ള യാത്രയിൽ ഒട്ടേറെ മോഹങ്ങളും അതിലേറെ പറയാൻ കഴിയാത്ത സന്തോഷം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ഒടുക്കത്തെ സംസാരത്തിനൊടുവിൽ എപ്പോഴോ വീടെത്തി. രാത്രി ആയിരുന്നു എൻ്റെ വരവ്. വീട്ടിൽ ലൈറ്റുകളെല്ലാം മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പതിയെ നടന്നു വീടിൻ്റെ കോളിംഗ് ബെല്ലിൽ അമർത്തി. കൽബിനുള്ളിൽ അർബൻമുട്ടിൻ്റെ താളമായിരുന്നു. ഉപ്പയാണ് വാതിൽ തുറന്നത്. എന്നെ കണ്ടതും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഉപ്പ മിഴിച്ചു നിൽക്കുകയായിരുന്നു. സലാം ചൊല്ലി ഞാൻ വീട്ടിലേക്ക് കയറി. എൻ്റെ ബാഗും കാര്യങ്ങളും കൂട്ടുകാർ വീടിനുള്ളിലേക്ക് കയറ്റി. പിന്നെ നേരെ അടുക്കളയിലേക്കായിരുന്നു എൻ്റെ പ്രവേശനം. ഉമ്മ അടുക്കളയിൽ പാത്രം കഴുകുന്ന തിരക്കിലാണ്. പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് ഉമ്മാൻ്റെ പിന്നിൽ നിന്ന് ഒരു സലാം ചൊല്ലി. കയ്യിലുണ്ടായിരുന്ന പാത്രം നിലത്ത് വീഴുന്ന ശബ്ദമാണ് പിന്നെ കേട്ടത്. പെട്ടെന്ന് ഉമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമ്മാൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. എൻ്റെ മാറത്തേക്ക് വീണുകൊണ്ട് ഉമ്മ ചിരിക്കുകയും കൂടെ കരയുകയും ചെയ്യുന്നു. അവസാനം എൻ്റെ കവളിൽ പൊന്നുമ്മ ഒരു മുത്തം തന്നു. ഉമ്മ, മിന്നെവിടെ? അനിയത്തിയാണ് കേട്ടോ മിന്നു. അവള് റൂമിലുണ്ട്, കിടക്കുക. ഓ, ഞാൻ പോയി നോക്കട്ടെ. ഞാൻ അനിയത്തിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. ആ റൂമിലേക്ക് കടന്നു ചെന്നിട്ട് ആ ലൈറ്റിന് സ്വിച്ച് ഓൺ ചെയ്തു. അവള് മൂടി പോച്ച് കിടക്കുകയാണ്. ഞാൻ അവളെ തട്ടി വിളിച്ചു. ഉറക്കം തലക്ക് പിടിച്ച അവള് മൈൻഡാക്കാതെ തിരിഞ്ഞു കിടന്നു. പെട്ടെന്ന് എവിടുന്നോ ഒരു തെളിച്ചം അവള് പ്രത്യക്ഷപ്പെട്ട പോലെ അവള് ഞെട്ടിയണിച്ചു. കണ്ട കാഴ്ച സ്വപ്നാണോ അതോ നേരാണോ എന്ന സംശയത്തിൽ അവൾ എന്നെ നോക്കി. ഹലോ, എന്തേ? അല്ല, കനവല്ല, ഇക്കാക്ക തന്നെ. പെണ്ണിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ഇന്നലെയും കൂടി വിളിച്ചപ്പോ എനിക്ക് ലീവ് കിട്ടിയില്ല, അടുത്ത വർഷമേ വരുമെന്ന് പറഞ്ഞ് പറ്റിച്ചോണ്ട് ഫോണ് വെച്ചതാ. അവൾക്ക് നല്ലൊരു സർപ്രൈസാണ് കിട്ടിയത്. പിന്നെ പറയണ്ടല്ലോ അവിടുത്തെ അവസ്ഥ. പിന്നെ കൂട്ടുകാരനും ഞാനും ഉമ്മയും ഉപ്പയും മിന്നയും കൂടി സംസാരിച്ചു. അല്ല, അവളോട് പറഞ്ഞോ വരുന്ന കാര്യം? കൂട്ടുകാരൻ ചോദിച്ചു. ആഹാ, അത് പൊളിക്കും, മിന്നു പറഞ്ഞു. അങ്ങനെ കുറെ നേരത്തെ സംസാരത്തിന് ശേഷം കൂട്ടുകാരെല്ലാം പിരിഞ്ഞുപോയി. ക്ഷീണം കാരണം ഞാൻ കിടക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ തന്നെ നേരത്തെ എണീച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ വിട്ടത് നമ്മളെ ചേരൂർ കോളേജിലേക്കാണ്. 3 മണിക്ക് ഞാൻ അവിടുത്തെ ഗേറ്റിൻ്റെ മുന്നിലെത്തി. 3:30 മണിയായപ്പോൾ കോളേജ് വിട്ട് പിള്ളേരെല്ലാം കോളേജിൽ നിന്ന് ഇറങ്ങി. പല മുഖങ്ങൾക്കിടയിൽ ഒരു മുഖം ഞാൻ തിരയുകയായിരുന്നു. മറ്റാരുമല്ല, ഞാൻ മഹർ ചാർത്തിയ എൻ്റെ ബീവി. നിർത്തിയിട്ട എൻ്റെ വണ്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ നിന്നും ഒരു മുഖം എന്നെ ലക്ഷ്യമാക്കി നോട്ടമിട്ടു. എൻ്റെ കണ്ണുകളും ആ സുറുമയിട്ട മുഖത്ത് പതിഞ്ഞിരുന്നു. എന്താ സംഭവിച്ചെന്നറിയില്ല. മനസ്സാകെ DJ പരിപാടിയിൽ ചെന്ന പോലെ ഒടുക്കത്തെ മുട്ട്. അവൾ എൻ്റെ അരികിലേക്ക് ഓടിയെടുത്തു.
ഞാൻ ബൈക്ക് സ്റ്റാൻഡ് തട്ടി ഇറങ്ങി. അവളെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന എൻ്റെ നേരെ ഓടി വന്നുകൊണ്ട് എന്നെ വാരി പുണർന്നു. ആ സമയം ഒരു സദാചാരവും പറഞ്ഞു ആരും അരികിൽ വന്നില്ല. സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് ഞാൻ അവളെ ബൈക്കിൽ കയറ്റി നേരെ നമ്മൾ അടുത്ത സ്ഥലമായ കോട്ടക്കുന്നിന് മുകളിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴും പെണ്ണിന്റെ നോട്ടം എൻ്റെ മുഖത്ത് മാത്രമായിരുന്നു. ഇന്നാലും ഇക്ക ലീവില്ലെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ? ചുമ്മാ ഈ വരവിനോടൊരു സുഖം. എന്നാലും എന്നോട് പറയാമായിരുന്നു. മറുപടിയായി ഞാനൊരു പുഞ്ചിരി നൽകി. എന്നിട്ട് അവളോട് ചോദിച്ചു, നിനക്ക് പോപ്കോൺ വേണോ? അപ്പോൾ അവൾ പറഞ്ഞു, ആ എനിക്ക് വേണം. ഞാനൊരു പോപ്കോൺ മേടിച്ച് അവളെയും കൊണ്ട് ഒഴിഞ്ഞ ഒരു ഇരിപ്പിടത്തിലിരുന്നു. സംസാരിച്ചുകൊണ്ട് കഴിക്കുന്നതിനിടയിൽ അവളുടെ കൈ ഞാൻ കോർത്ത് പിടിച്ചു. എന്നിട്ട് അറിയാതെ പോക്കറ്റിൽ നിന്നും ഒരു റിങ് എടുത്തുകൊണ്ട് അവളുടെ ഒരു വിരലിട്ടു. പെണ്ണൊരു നോട്ടം. ഇന്ന് സർപ്രൈസിനൊരു കുറവില്ലല്ലോ എന്ന് അവൾ പറഞ്ഞു. നല്ലതല്ലേ ഇങ്ങനെ ഒരു മുഹബത്തിന്റെ സർപ്രൈസ് എന്ന് ഞാനും പറഞ്ഞു. അവളൊന്ന് മൂളി. ബാക്കിയുള്ള പോപ്കോൺ അവിടെ വെച്ചിട്ട് പെണ്ണെൻ്റെ കയ്യിൽ പിടിച്ചു. കൈകൾ കോർത്തുകൊണ്ട് കോട്ടക്കുന്നിൻ്റെ നടപ്പാതയിലൂടെ ഞങ്ങൾ നടന്നകുന്നു. മുഹബത്തിന്റെ കിസ്സ പകർന്നുകൊണ്ട് വേറെ ലെവലായിരുന്നു അപ്പോഴത്തെ ഫീലിങ്. നോസ്റ്റാൾജിയ കൊണ്ട് മൂടിയിരുന്നു ഇരു ഹൃദയങ്ങളും. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.